വിശദമായ വാർത്തകളിലേക്ക്. ദുബായിൽ 3 വർഷത്തിനുള്ളിൽ പറക്കും ടാക്സികൾ എത്തും. ടാക്സി സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുള്ള രൂപരേഖയ്ക്ക് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. ദുബായിൽ 3 വർഷത്തിനുള്ളിൽ പറക്കും ടാക്സികളുടെ സേവനം ലഭ്യമാകുമെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. പദ്ധതി പൂർത്തിയാകുന്നതോടെ പറക്കും ടാക്സികളുടെ ശൃംഖലയുള്ള ലോകത്തെ ആദ്യ നഗരമെന്ന പദവി ദുബായ് നേടും. 300 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ചെറുവിമാനത്തിന്റെ മാതൃകയിലുള്ള ടാക്സികളാകും സേവനം നൽകുക. പൈലറ്റിന് പുറമെ 4 യാത്രക്കാർക്ക് ടാക്സിയിൽ കയറാനാകും. ദുബായ് വിമാനത്താവളത്തിന് സമീപം ഡൌൺടൗൺ ദുബായ്, പാം ജുമേറ, ദുബായ് മെറീന മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാവുക. ലോക സർക്കാർ ഉച്ചകോടിക്ക് മുൻപായി നടന്ന ചടങ്ങിലാണ് ദുബായ് ഭരണാധികാരി സ്റ്റേഷൻ മാതൃകയ്ക്ക് അംഗീകാരം നൽകിയത്. ന്യൂസ് 18 ദുബായ്. സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിൽ വെള്ളിയാഴ്ച വരെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. തിങ്കൾ മുതൽ ബുധൻ വരെ ദിവസങ്ങളിൽ തബൂക്ക്, ഉത്തര അതിർത്തി, അൽ ജൌഫ്, അൽ ഖസീം, റിയാദ്, മദീന, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. റിയാദ് പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിലും മക്ക, മദീന, അൽ ജൌഫ്, തബൂക്ക്, ഉത്തര അതിർത്തി, ഹായിൽ, അൽ ഖസീം, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ ചൊവ്വ മുതൽ വെള്ളി വരെ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ട്. സൗദിയിൽ വാഹന പാർക്കിംഗ് ഫീസുകൾ ഏകീകരിക്കാൻ നീക്കം. മുനിസിപ്പൽ ഗ്രാമവികസന മന്ത്രാലയം ഇതിനായുള്ള കരട് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി. മണിക്കൂറിന് 3 റിയാലായി തുക നിശ്ചയിക്കാനാണ് നീക്കം. സൗദിയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം പാർക്കിംഗ് ഫീസുണ്ട്. പാർക്കിംഗ് കോംപ്ലക്സുകളിലും ചാർജ് ഈടാക്കുന്നുണ്ട്. പലയിടത്തും പല നിരക്കാണ് നിലവിലുള്ളത്. ചിലയിടത്ത് വാറ്റ് നിരക്ക് കൂടാതെ 3 റിയാലാണ് ഈടാക്കുന്നത്. 5 റിയാൽ വരെ മണിക്കൂറിന് ചാർജ് ഈടാക്കുന്ന സ്വകാര്യ പാർക്കിംഗ് കേന്ദ്രങ്ങളുമുണ്ട്. ഇതെല്ലാം ഒരൊറ്റ നിരക്കിലേക്ക് മാറ്റാനാണ് നീക്കം. മണിക്കൂറിന് 3 റിയാലിൽ കൂടാൻ പാടില്ല. ആദ്യ 20 മിനിറ്റ് പാർക്കിംഗ് സൗജന്യമായിരിക്കണം. വാഹന പാർക്കിംഗ് കേന്ദ്രങ്ങളിലെല്ലാം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സ്ഥലം നീക്കിവെക്കണം എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. രാജ്യത്തെ പാർക്കിംഗ് കോംപ്ലക്സുകളിൽ മുതൽ മുടക്കിയവരോട് വാഹന പാർക്കിംഗ് ഫീസ് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ മന്ത്രാലയം നൽകും. പാർക്കിംഗ് മേഖല സ്ഥാപിക്കുന്നതിനുള്ള പുതിയ ചട്ടങ്ങളും മന്ത്രാലയം പൂർത്തിയാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 സൗദി. ഭൂകമ്പം നാശം വിതച്ച തുർക്കിക്കും സിറിയയ്ക്കും ആശ്വാസവുമായി പ്രവാസി സംരംഭകൻ ഡോക്ടർ ഷംസീർ വയലിൽ. രക്ഷാപ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനും ഡോക്ടർ ഷംഷീർ ധനസഹായം പ്രഖ്യാപിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനും പിന്തുണ നൽകാനായി 5 മില്യൺ ദിർഹം ധനസഹായം ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മുൻപന്തിയിലുള്ള എമിറേറ്റ്സ് റെഡ് ക്രഡന്റിന് അദ്ദേഹം സഹായം കൈമാറി. മരുന്നുകൾ ഉൾപ്പെടെയുള്ള അടിയന്തര സഹായങ്ങൾ എത്തിക്കാൻ ആദ്യഘട്ടത്തിൽ റെഡ് ക്രഡന്റ് സഹായം ഉപയോഗിക്കും. ഒപ്പം ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കാനും വീട് നഷ്ടമായവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും തുക ഉപയോഗിക്കും. ന്യൂസ് 18 ഗൾഫ്. ഇനി ഇന്നത്തെ വിനിമയ നിരക്കുകൾ. UAE ദിർഹം 22 രൂപ 49 പൈസ, സൗദി റിയാൽ 22 രൂപ 2 പൈസ, കുവൈറ്റി ദിനാർ 269 രൂപ 97 പൈസ, ഖത്തറി റിയാൽ 22 രൂപ 70 പൈസ, ഒമാനി റിയാൽ 214 രൂപ 63 പൈസ, ബഹ്റൈനി ദിനാർ 219 രൂപ 22 പൈസ. പാലക്കാട് സ്വദേശിയായ യുവാവ് ഷാർജയിൽ കുത്തേറ്റു മരിച്ചു. മണ്ണാർക്കാട് സ്വദേശി ഹക്കീമാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ഷാർജ ബുദീനയിലാണ് സംഭവമുണ്ടായത്. സംഭവത്തിൽ പാകിസ്ഥാൻ സ്വദേശി പോലീസ് പിടിയിലായി. ആക്രമണത്തിൽ 2 മലയാളികൾക്കും 1 ഈജിപ്ത് പൗരനും പരുക്കേറ്റിട്ടുണ്ട്. ഷാർജയിലെ ബുദീനയിലെ ഹൈപ്പർ മാർക്കറ്റിലെ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ഹക്കീം. സ്ഥാപനത്തിന് സമീപത്തെ കഫറ്റീരിയയിൽ ഹക്കീമിന്റെ സഹപ്രവർത്തകരും പാകിസ്ഥാൻ സ്വദേശിയും തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കാൻ ഹക്കീം ശ്രമിച്ചിരുന്നു. ഇതിനിടെ പ്രകോപിതനായ പാകിസ്ഥാൻ സ്വദേശി കത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിന് GST നഷ്ടപരിഹാരം നൽകുന്നില്ലെന്ന് ആരോപിച്ച കേരളത്തിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വിമർശനം. AG അംഗീകരിച്ച കണക്ക് 2017 മുതൽ കേരളം നൽകുന്നില്ല. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും കണക്ക് നൽകിയാൽ കുടിശ്ശിക അനുവദിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമാനമായ പ്രശ്നങ്ങളുണ്ടെന്നും നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ പ്രതികരിച്ചു. It's very difficult to communicate this because it's difficult to also understand. In the sense, how exactly can this happen? And after which the state goes about saying
We are not getting money in time. So post the GST introduction, I am looking at my records and saying Kerala has not sent AG certified statements for GST compensation for the year 2017-18, for the year 18-19, for the year 19-20, for the year 2021, for the year 21-22. I'm sorry to be so, going by year and year and year, taking the House's valuable time. So not for 1 year have you sent me the AG's certified accounts for getting your compensation dues. And then it is accused that the center is not releasing the funds in time. Not 1 year certified authorized statement has reached, sir. I would honestly, very humbly request N.K. Premachandranji, who is a very senior member of the House, please go sit with the state government and request them to send it all together even at one go. Sir, before you, I would suggest that within a reasonable time on the receipt of that, we'll clear it. You've not sent for 1 year and you keep blaming us that you're not giving us the money in time. On the contrary, in the devolution matter, tax devolution as per the Finance Commission recommendation, even this month, 2 installments in the place of 1 has gone to every state. So Kerala benefits from that as well. So Premachandranji, through you I request, sir, he should expedite this from 5 years. സംസ്ഥാനത്തിന് കിട്ടാനുള്ള GST കുടിശ്ശികയുടെ കാലതാമസം സംബന്ധിച്ച് കേരളവും കേന്ദ്ര സർക്കാരും തമ്മിൽ നിലവിൽ തർക്കങ്ങളില്ലെന്ന് കെ.എൻ. ബാലഗോപാൽ. തർക്കമില്ലാത്ത വിഷയങ്ങളിൽ തർക്കമുണ്ട് എന്ന് വരുത്തി യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് ശ്രമം. N.K. പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യം വസ്തുതാവിരുദ്ധമാണ്. 2022 ജൂൺ 30-ന് GST നഷ്ടപരിഹാരം അവസാനിപ്പിച്ചതോടെ കേരളത്തിനുണ്ടായ 12,000-ഓളം കോടി രൂപയുടെ നഷ്ടമാണ്. കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്നും ബാലഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ബജറ്റിലെ നികുതി വർധനവിനെതിരെ UDF ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരം തുടരുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോഴിക്കോട് നിർവഹിച്ചു. കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പോകുന്നവരെ വരെ പോലും വേട്ടയാടുന്നുവെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മുമ്പ് കറുപ്പായിരുന്നു മുഖ്യമന്ത്രിക്ക് ഭയം. ഇപ്പോൾ വെള്ള വസ്ത്രം ഇടുന്നവരെയാണ് ഭയമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറഞ്ഞേക്കാം. മുഖ്യമന്ത്രി ഉണ്ടാവും, ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിരിക്കാം, ഇതൊക്കെ കാര്യം ശരിയാണ്. ആജീവനാന്തം ഇവരൊന്നും മുഖ്യമന്ത്രിമാരായിരിക്കില്ല. ഇനി ആജീവനാന്തം മുഖ്യമന്ത്രിമാരായിരുന്നാലും ഇവിടെ കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം, സൂക്ഷിച്ച്, അതേ ഞാൻ പറയുന്നത്, സൂക്ഷിച്ചു വേണം. ഞങ്ങളുടെ പെൺകുട്ടികളുടെ നേരെ നോക്കിയാൽ, അവരുടെ മേത്ത് കൈവച്ചാൽ ആങ്ങളമാര് ചെയ്യുന്നത് പോലെ ഞങ്ങൾ ചെയ്യും. ആങ്ങളമാര് അതാണല്ലോ, പെൺകുട്ടികളെ തൊട്ടാൽ ആങ്ങളമാര് എന്ത് ചെയ്യും, അതേപോലെ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി വരുന്ന റൂട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. എല്ലാവരും, പ്രത്യേകിച്ച് പ്രവീണൊക്കെ അറിഞ്ഞിരിക്കണം. കോഴിക്കോടെങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങരുത്. എല്ലാവരും വീടിനകത്ത് കയറിയിരിക്കണം. ഇനി അഥവാ എവിടെയെങ്കിലും വല്ല ചുവന്ന ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കും, കുഴപ്പമില്ല. വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടെങ്കിൽ ആരെങ്കിലും പുറത്തിറക്കുക, പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേണ്ട ചോദ്യം നമ്മുടെയാണ്. അത് എല്ലാ സ്റ്റേഷനിലേക്കും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ കരുതൽ തടങ്കലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എത്രമാത്രം കേസാണ് എടുക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? ഒരു കാലത്തും ഒരു ഗവൺമെന്റും എടുക്കാത്ത തരത്തിൽ 10,000-കണക്കിന് കേസുകളാണ് UDF പ്രവർത്തകർക്കെതിരായി എടുത്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റിടങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങൾക്ക് മുന്നിലുമാണ് രാപ്പകൽ സമരം. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ പോലീസ് അതിക്രമമെന്ന പരാതി. എറണാകുളം മറ്റൂരിൽ കൈക്കുഞ്ഞുമായി മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാനെത്തിയ കുടുംബത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ തടഞ്ഞ് തിരിച്ചയച്ചു. ചോദ്യം ചെയ്ത മെഡിക്കൽ ഷോപ്പ് ഉടമയും കാലടി സ്റ്റേഷനിലെ ഗ്രേഡ് SI ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി.
കോട്ടയം സ്വദേശി ശരത്ത് കഴിഞ്ഞ ദിവസം ഭാര്യയെ വിമാനത്താവളത്തിലാക്കി മടങ്ങവെയാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാൻ നിന്ന കാലടി ഗ്രേഡ് എസ്ഐയിൽ നിന്ന് ദുരനുഭവമുണ്ടായത്. പനിയായിരുന്ന കൈക്കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ മറ്റൂർ ജംഗ്ഷനിലെ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ കാർ നിർത്തിയപ്പോഴായിരുന്നു ഗ്രേഡ് എസ്ഐയുടെ ആക്രോശം. തുടർന്ന് പേടിച്ച് മറ്റൊരു മെഡിക്കൽ ഷോപ്പ് അന്വേഷിച്ച് 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടും കാണാതെ തിരികെയെത്തിയ ശരത്തിനോട് വീണ്ടും എസ്ഐ മോശമായി പെരുമാറിയെന്ന് പരാതിയുണ്ട്. മരുന്ന് വാങ്ങി ഉടനെ മടങ്ങാമെന്ന് അപേക്ഷിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ സമ്മതിച്ചില്ല. ഇത് ചോദ്യം ചെയ്ത കടയുടമയെയും ഭീഷണിപ്പെടുത്തി. വണ്ടി ഒന്ന് നിർത്തിയിട്ട് കടയിൽ കയറി സാധനം മേടിക്കും. ആ സാധനം മേടിക്കാൻ സമ്മതിച്ചില്ല. ആളെ ഇറങ്ങിപ്പോ പറഞ്ഞ് വണ്ടി മാറ്റി പറഞ്ഞു. എന്താ അവര് ചെയ്യണേ? ഈ മരുന്ന് എന്തിനുള്ളായിരുന്നു? കൊച്ചിന് സുഖമില്ലാത്ത മരുന്ന്, പനിക്കും മറ്റേ ഫിക്സിന് വേണ്ടിയുള്ള മരുന്നാണ്. കഴിച്ചു കൊച്ചിന് ഫിക്സ് വന്നു കഴിഞ്ഞാൽ കൊച്ചിന് എന്തും സംഭവിക്കാം. ഇത് ആരും സമാനം പറയും. പോലീസിന്റെ സമീപനത്തിനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ശരത്ത് പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ കരിവാരിത്തേക്കാൻ കൂടിയാണ് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമങ്ങളൊക്കെ ആയിരിക്കാം എനിക്കിപ്പോ തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാണ്ട് ഞങ്ങളോട് അത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നോർമലി ആരാണെങ്കിലും ഈ കുട്ടിയെ കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കാലത്ത് മനുഷ്യത്തോടെ സംസാരിക്കില്ല. അതൊന്നും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ പരിപാടി പരിഗണിച്ച് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണി മുതൽ രാത്രി 7 മണി വരെ ഹെവി വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന പോലീസിന്റെ സമീപനത്തിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. പ്രതിഷേധം കണക്കിലെടുത്ത 20ഓളം നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയിരുന്നു. എന്നാൽ പന്നിയങ്കര, കുഴൽമന്ദം, പാലക്കാട് നഗരത്തിലെ സുൽത്താൻപേട്ട എന്നിവിടങ്ങളിൽ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. മെഡിക്കൽ കോളേജ് പരിസരത്ത് KSU പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. മദ്യപിച്ച് വാഹനം ഓടിച്ച ബസ് ഡ്രൈവർമാർക്ക് പോലീസിന്റെ വക ഇമ്പോസിഷൻ. തൃപ്പൂണിത്തുറയിൽ പുലർച്ചെ മുതൽ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച 16 ഡ്രൈവർമാരെയാണ് പിടികൂടിയത്. ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന് 1000 തവണ ഇവരെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിക്കുകയായിരുന്നു. പുലർച്ചെ 5 മണി മുതൽ 9 മണി വരെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഇൻസ്പെക്ടർ വി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബസ് ഡ്രൈവർമാർ പിടിയിലായത്. പിടിയിലായ 16 ഡ്രൈവർമാരെ കൊണ്ട് 1000 തവണ ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന ഇമ്പോസിഷൻ എഴുതിച്ച ശേഷമാണ് ജാമ്യത്തിൽ വിട്ടയച്ചത്. പിടിയിലായവരിൽ 4 പേർ സ്കൂൾ ബസ് ഡ്രൈവർമാരും 2 പേർ KSRTC ഡ്രൈവറുമാണ്. 10 പേർ സ്വകാര്യ ബസ് ജീവനക്കാരും. കരിങ്ങാച്ചിറ, വൈക്കം റോഡ് എന്നിവിടങ്ങളിൽ 2 സംഘങ്ങളായിട്ടായിരുന്നു പരിശോധന. പിടികൂടിയ ബസ്സിലെ യാത്രക്കാരെ പോലീസ് ഡ്രൈവർമാർ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിലെത്തിച്ച് തുടർ യാത്രാ സൗകര്യം ഒരുക്കി നൽകി. സ്കൂൾ വിദ്യാർത്ഥികളെ മഫ്തിയിലുള്ള പോലീസാണ് വിദ്യാലയങ്ങളിൽ എത്തിച്ചത്. പിടിയിലായ KSRTC ഡ്രൈവർമാർക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കി KSRTC അധികാരികൾക്ക് അയക്കാനാണ് പോലീസിന്റെ തീരുമാനം. പിടിയിലായ ഡ്രൈവർമാരുടെ ലൈസൻസും ഓടിച്ചിരുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷനും റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തൃപ്പൂണിത്തുറ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത്. കോഴിക്കോട് പരപ്പനങ്ങാടി റൂട്ടിലോടുന്ന സംസം ബസ്സിലെ ഡ്രൈവറാണ് അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചത്. ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം. ഫറോക്ക് പേട്ട മുതൽ ഇടിമുഴിക്കൽ വരെയുള്ള 7 കിലോമീറ്ററിൽ 8 തവണയാണ് ഇയാൾ ഫോൺ വിളിച്ചത്. ബസ്സിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ് ഡ്രൈവറോട് നാളെ ഹാജരാകാൻ ഫറോക്ക് ജോയിന്റ് RTO നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലക്ഷ്യമായി വാഹനം ഓടിക്കുക, യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു.
KSRTC ശമ്പളം ബുധനാഴ്ചയ്ക്കകം തന്നെ നൽകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. സർക്കാർ സഹായം വൈകും, അതിനാൽ ബദൽ മാർഗം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. KSRTCയുടെ ശമ്പളം കഴിഞ്ഞ മാസം വരെയുള്ള ശമ്പളം മുടക്കം കൂടാതെ തന്നെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ ശമ്പളം കൊടുക്കേണ്ടത് ഈ മാസമാണ്. അത് ഈ മാസത്തെ ശമ്പളം ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ KSRTC എന്ത് പരിശ്രമം നടത്തിയിട്ടാണെങ്കിലും അതിനുള്ള പരിശ്രമം മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർഷ അവസാനം എന്നുള്ള ഒരു പരിമിതിയുണ്ട്. ഫണ്ട് റിലീസ് ചെയ്യുന്നതിനൊക്കെയുള്ള പരിമിതിയുണ്ട്. അതുകൊണ്ട് മാനേജ്മെൻറ്റിനോട് മറ്റു മാർഗങ്ങളിലൂടെ പണം കണ്ടെത്തി ബുധനാഴ്ചയ്ക്ക് മുമ്പായി തന്നെ ശമ്പളം കൊടുക്കാനുള്ള നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നതാണ്. വിരമിച്ചവർക്ക് ആനുകൂല്യം നൽകാൻ 50 കോടി രൂപ വേണമെന്ന് KSRTC ഹൈക്കോടതിയിൽ. 2022 ജനുവരിക്ക് ശേഷം വിരമിച്ച 978 പേർക്ക് ആനുകൂല്യം നൽകാനുണ്ട്. 23 പേർക്ക് ഇതുവരെ ആനുകൂല്യം നൽകി. ഇനി ആനുകൂല്യം നൽകാൻ 2 വർഷത്തെ സാവകാശം വേണം. സർക്കാരിനോട് ധനസഹായത്തിനായി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു മറുപടിയും ലഭ്യമായിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. എല്ലാ ഏജൻസികളും കയ്യിലുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭയമില്ലെന്ന് രാഹുൽ ഗാന്ധി. അദാനിയും മോദിയും തമ്മിൽ അവിശുദ്ധ സഖ്യമുണ്ടെന്നും രാഹുൽ ആരോപിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം അദാനി വിദേശയാത്ര ചെയ്യുന്നത് എങ്ങനെയെന്നും വയനാട് മീനങ്ങാടിയിലെ പൊതുയോഗത്തിൽ രാഹുൽ ചോദിച്ചു. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ആദ്യമായി വയനാട്ടിലെത്തിയതായിരുന്നു രാഹുൽ. മീനങ്ങാടിയിൽ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രിയെയും അദാനിയെയും രാഹുൽ കടന്നാക്രമിച്ചു. അദാനിക്ക് വേണ്ടി ചട്ടങ്ങൾ മറികടക്കുന്നുവെന്നും പ്രധാനമന്ത്രി വിദേശയാത്ര ചെയ്യുമ്പോൾ അദാനി ഒപ്പം യാത്ര ചെയ്യുന്നത് എങ്ങനെയെന്നും രാഹുൽ ചോദിച്ചു. I pointed out how Mr. Adani traveled with the Prime Minister to foreign countries and then immediately after was rewarded by getting contracts in these countries. പാർലമെന്റിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ രേഖകളിൽ നിന്ന് നീക്കി. ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം മോദി വ്യക്തിപരമായി ആക്രമിച്ചു. മോദിയുടെ കയ്യിൽ എല്ലാ ഏജൻസികളും ഉണ്ടാകും, എന്നാൽ അദ്ദേഹത്തെ ഭയക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. He doesn't realize that the absolute last thing I'm scared of is Narendra Modi. It doesn't matter whether he's the Prime Minister of India, whether he has all the agencies, doesn't matter. ബഫർ സോൺ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം വേണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. വീടില്ലാത്തവർക്ക് കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയ 25 വീടുകളുടെ താക്കോൽദാനം രാഹുൽ നിർവഹിച്ചു. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ വീട്ടിലും രാഹുൽ എത്തി. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരത്ത് പോലീസിന് ഓഡിയോ സന്ദേശം അയച്ച് വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. വഴിത്തർക്കത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിജയകുമാരിയാണ് തൂങ്ങി മരിച്ചത്. ആക്കുളം തുറവിക്കൽ ശിവശക്തി നഗറിലെ വീടിന്റെ പിന്നിൽ സൺഷെയ്ഡിലാണ് വിജയകുമാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിലും മരണത്തിന് കാരണക്കാരെന്നാരോപിച്ച് ചിലരുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. സമീപത്തെ ക്ഷേത്ര ഭാരവാഹികളുമായി ഇവർക്ക് വഴിത്തർക്കം നിലവിലുണ്ട്. ഇതിന്റെ പേരിൽ ക്ഷേത്രം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്നാരോപിച്ച് വിജയകുമാരി മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിരുന്നു. ഗൾഫ് ന്യൂസ് പൂർണ്ണമാക്കുന്നു. നമസ്കാരം.